കേരള പോലീസ് വിഡ്രോ ചെയ്യുമ്പോൾ കൂടുതൽ സെല്ല് ചെയ്യുക എന്നുള്ള ധാരണയിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. വി ആർ നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് ഓപ്പറേഷൻ. വി വിൽ കണ്ടിന്യൂ വിത്ത് ദിസ് ഓപ്പറേഷൻ സോ ദാറ്റ് ദ കേരള വിൽ ബി ഫ്രീ ഫ്രം നർക്കോട്ടിക് ഡ്രഗ്സ്. ലഹരി മാഫിയയുടെ വേറിറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സോഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇതിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ മീറ്റിംഗ്. ഇനി ഇത് 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ടിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് ആവശ്യമായ വിവിധ ഏജൻസികളുടെ ഒരു മീറ്റിംഗ് ആണ് ഇന്ന് കൂടിയത്. അപ്പോൾ കഴിഞ്ഞ 15 ദിവസമായി കേരളത്തിൽ കേരള പോലീസ്, എക്സൈസ്, ആരോഗ്യ, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെ വളരെ വിജയകരമായ തോതിൽ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 10 കോടിയിലധികം വരുന്ന നിരോധിത ഡ്രഗ്സ്, 10 കോടി വിലപിടിക്കുന്ന വിലപിടിപ്പുള്ള മയക്കുമരുന്ന്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളെല്ലാമാണ് പിടിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. 2575 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അത് 2778 പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ 1.589 kg ഓഫ് MDMA, 146.459 കഞ്ചാവ്, 464.045 gram of hashish oil, 350.439 grams of brown sugar, 11 LSD stamps and 141 cannabis plants. ഇതെല്ലാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ തോതിലുള്ള വിലയുള്ള നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതിന്റെ പ്രവർത്തനം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇതിൽ തന്നെ 2575 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 838 കേസുകൾ സ്മോൾ ക്വാണ്ടിറ്റിയാണ്, 78 കേസുകൾ മീഡിയം ക്വാണ്ടിറ്റിയാണ്, 24 കേസുകൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. അതോടൊപ്പം തന്നെ NDPS ആക്ടിന്റെ കീഴിലുള്ള വിവിധ പ്രൊവിഷൻസ് അനുസരിച്ച് 1204 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോപ്റ്റ ആക്ട് അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ യോഗം എന്ന് പറഞ്ഞത് വിവിധ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടുകൂടി ഈ ഓപ്പറേഷൻ തുഫാന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അതിൽ IB ഉണ്ടായിരുന്നു, RPF ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കേന്ദ്ര സെൻട്രൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, NDRA ഉണ്ടായിരുന്നു, DRI ഉണ്ടായിരുന്നു, കസ്റ്റംസ് ഉണ്ടായിരുന്നു, കോസ്റ്റ് ഗാർഡിന്റെ ഉണ്ടായിരുന്നു, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കേന്ദ്ര ഏജൻസികളുടെ IB ഉണ്ടായിരുന്നു. എല്ലാ കേന്ദ്ര ഏജൻസികളുടെയും പ്രതിനിധികളായിരുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. കാരണം ഇത് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും ഇതെല്ലാം വരുന്നത് കേരളത്തിന്റെ അതിർത്തി വിട്ടാണ്. അപ്പൊ അവയെ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം, ഇതിന്റെ സോഴ്സുകളെ എങ്ങനെ കണ്ടെത്താം, അതിനെന്തെല്ലാം മെത്തഡോളജി സ്വീകരിക്കണം, ഈ കാര്യങ്ങളെ പറ്റിയാണ് വളരെ വിശദമായി ചർച്ച ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ള ഏകദേശ രൂപം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ വഴികൾ കണ്ടെത്തി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായി ഒരു കോർഡിനേഷൻ, കാരണം ഇതെല്ലാം ഈ നർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഏജൻസികളാണ് വന്നതല്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കേന്ദ്ര ഏജൻസികൾ
എങ്ങനെ കേരള പോലീസിനെ സഹായിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി ഉരുത്തിരിഞ്ഞു വന്ന കാര്യം. അവരെല്ലാം ഓപ്പറേഷൻ തുഫാന് വൻ പിന്തുണ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ തുഫാൻ ഒരു വൻ വിജയമാണെന്ന് ഈ ഏജൻസികളൊക്കെ സമ്മതിച്ചു. അവർ കേരള പോലീസിനെ അഭിനന്ദിച്ചു. അവരുടെ സമ്പൂർണമായ സഹകരണം ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകും എന്നവർ പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി. ഒരു മൾട്ടി ഡിജിറ്റൽ ഇന്റഗ്രേറ്റഡ് പ്രോജക്റ്റ് ഇതിനു വേണ്ടി തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ചുമതലയുള്ള പുട്ട വിമലാദിത്യെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് കേരളത്തിൽ ഏറ്റവും ആധുനികമായ ശാസ്ത്രീയമായ നിലയിൽ ഈ നർക്കോട്ടിക്കിനെയും ഈ ഡ്രഗ്സിനെയും പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും രൂപം നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ യോഗത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ തന്നെ മാറ്റം വരുത്തും. അതിന്റെ രൂപങ്ങൾ, അതിന്റെ രീതി മാറ്റും. കൂടുതൽ ശാസ്ത്രീയമായ നിലയിൽ ഇത് കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാവും. അതുപോലെ പോലീസ് ഡോഗ്സ് സാധാരണഗതിയിൽ ടെററിസത്തെ കൗണ്ടർ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അവർക്ക് ഈ നർക്കോട്ടിക് കണ്ടെത്താനുള്ള പരിശീലനം കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അങ്ങനെ എല്ലാ തലങ്ങളിലും സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ വളരെ വിജിലന്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 3 ഘട്ടമാണ്. ഒന്ന്, ഡയറക്റ്റ് ആയിട്ട് ഇത് പിടിക്കുക എന്നുള്ളത്, ക്രൈമായി കണ്ടുകൊണ്ട് കേരള പോലീസ് തന്നെ മുൻകൈ എടുത്ത് തുഫാൻ സ്ട്രൈക്സ് നടത്തിക്കൊണ്ടിരിക്കും. എല്ലായിടത്തും തുഫാൻ സ്ട്രൈക്സ് നടക്കുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് തുഫാൻ വാരിയേഴ്സ്. ഇന്നലെ പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ മോഹൻലാൽ തൂഫാൻ വാരിയറായി ഇന്നലെ ചേർന്നിട്ടുണ്ട്. തൊടുപുഴയിൽ വെച്ച് ഇന്നലെ അദ്ദേഹം തൂഫാൻ വാരിയറായി ചേർന്നിട്ടുണ്ട്. തൂഫാൻ വാരിയറിൽ ഒരാളായി അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുറെ കാലമായി ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്നോട് വിശ്വശാന്തി എന്ന പേരിൽ, അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും പേര് ചേർത്ത വിശ്വശാന്തി എന്ന ഒരു പ്രോജക്റ്റ് 3 വർഷമായി അദ്ദേഹം നടത്തുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ ഈ പ്രോജക്റ്റുമായി പരിപൂർണമായും സഹായിക്കാമെന്ന് ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാനും കോർഡിനേറ്റർ ശ്രീ വിമല ആദിത്യയും അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും. അതുകൊണ്ട് ധാരാളം സിനിമാ നടന്മാരും അതോടൊപ്പം തന്നെ പ്രഗത്ഭരായ വ്യക്തികളും ഒക്കെ തൂഫാൻ വാരിയേഴ്സായി ചേർന്നത്. നിങ്ങൾക്കും തൂഫാൻ വാരിയേഴ്സായിട്ട് ചേരാവുന്നതാണ്. ഞാൻ നിങ്ങളെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ തൂഫാൻ കെയർ, അടുത്തത് 3 സ്റ്റേജാണ്. തൂഫാൻ സ്ട്രൈക്ക്, തൂഫാൻ വാരിയേഴ്സ് ആൻഡ് തൂഫാൻ കെയർ. തൂഫാൻ കെയർ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ നേരിടുന്നവര്, അഡിക്റ്റായി മാറിയവര്, വിഡ്രോവൽ സിൻഡ്രോം ഉള്ളവര്, ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനുമുള്ള സ്കീം. അങ്ങനെ 3 തരത്തിലാണ് ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് വിജയകരമായ നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകും. ഇപ്പോഴ് നമ്മൾ ശക്തമായ ഒരു പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഈ മരണത്തിന്റെ വ്യാപാരികൾ ഇപ്പൊ കേരളത്തിൽ ഇതിന്റെ സെല്ലിങ് അല്പം കുറച്ചിട്ടുണ്ട്. കേരള പോലീസ് വിഡ്രോ ചെയ്യുമ്പോൾ കൂടുതൽ സെല്ല് ചെയ്യുക എന്നുള്ള ധാരണയിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. We are not going to stop this operation. We will continue with this operation so that the Kerala will be free from narcotic drugs and അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 26-ാം തീയതി കേരളത്തിലെ ആന്റി നർക്കോട്ടിക് ഡേ ആണ്. വേൾഡ് ആന്റി നർക്കോട്ടിക് ഡേ ആണ്. അന്ന് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ ഇത് ബോധവൽക്കരണം, ഇതിന് മറ്റൊരു ഭാഗമാണ് ബോധവൽക്കരണം. MLA-മാരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയെയും അതോടൊപ്പം തന്നെ മുൻകൈയെടുത്ത് മില്യൺ ഗോൾസ്, തൂഫാൻ ഗോൾസ് എല്ലാ സ്കൂളുകളിലും നടത്താൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ ദിവസമാണ് പേരുക്കടയിലാണ് നടത്തിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തണ്ടർ എന്ന പേരിൽ തന്നെ അവരുടേതായ രീതിയിൽ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തുന്നു. അത് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ M. ലിജു തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്.
അപ്പൊ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെന്റ്, കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ, നമ്മുടെ ഹോട്ടൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഏജൻസികളുടെ സഹായം തേടിയത്. വളരെ ഫലപ്രദമായ ചർച്ചയായിരുന്നു ഇന്നത്തെ യോഗത്തിൽ.